ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്കായ വെച്ചിട്ടൊരു ഉപ്പേരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുരിങ്ങക്കായ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ മുരിങ്ങക്കായ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നോക്കാം. മുരിങ്ങക്കായ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണ്ട വെളുത്തുള്ളിയും 5 ചുവന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മുരിങ്ങക്കായ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂണ് ചതച്ച മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ മുളകൊക്കെ മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം ഇതൊക്കെ ഇളക്കി കൊടുക്കാൻ. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അപ്പം മുരിങ്ങക്കായ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നോക്കിയപ്പോൾ മുരിങ്ങ ഉപ്പേരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ പാകല്ലേ എന്ന് നോക്കിയിട്ട് പറയാം. അടിപൊളിയായിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ ഞാനിതൊരു പാത്രത്തേക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം മുരിങ്ങക്കായ ഉപ്പേരി ഞാനൊരു പാത്രത്തിൽ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണ്. കറിയില്ലാത്ത ദിവസമൊക്കെ പെട്ടെന്ന് ഉപ്പേരി വെക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉപ്പേരി വെച്ചാൽ മതി. അത്രയും ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. ചോറിന് ഈ ഉപ്പേരി മാത്രം മതി. വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റോടെ ചോറിനാൻ പറ്റും. അത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.